ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷനാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ വീഡിയോ ആണ് ഇനി ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയാണ്. 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയാണ്. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ് എം.കെ. സാനു. എം.കെ. സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. അടുത്തിടെ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായി കാട്ടുകാശുതുമ്പയ്ക്ക് നൽകിയ പേര് ഇംപേഷ്യൻസ് അച്യുതാനന്ദനെയാണ്. കാട്ടുകാശുതുമ്പയ്ക്ക് നൽകിയ പേരെന്താണ്? ഇംപേഷ്യൻസ് അച്യുതാനന്ദൻ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. നിസാർ ഫുൾ ഫോം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് നിസാർ. രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. ബിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്ന എവിടെയാണ്? കൊച്ചിയാണ്. ഭാരത് ബയോടെക്കിന്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. 2025 ചമ്പക്കുളം മൂലം ട്രോഫി വള്ളംകളി ജേതാക്കളാരാണ്? ചെറുതന പുത്തൻ ചുണ്ടൻ. പള്ളത്തുരുത്തി ബോട്ട് ക്ലബിന്റെയാണ് ചെറുതന പുത്തൻ ചുണ്ടനാണ് 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത ഏതാണ്? എറണാകുളം ഷൊർണൂർ റെയിൽപാതയാണ്. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽവേ പാത എറണാകുളം ഷൊർണൂർ റെയിൽപാതയാണ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? യാക്ടനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടനാണ്. പാക്യോങ് ജില്ല, സിക്കിമിലെ പാക്യോങ് ജില്ലയിലാണ് യാക്ടൻ എന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ഗീതാഞ്ജലി ശ്രീയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഏത് അയൽരാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. ഏത് അയൽരാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത്? അഫ്ഗാനിസ്ഥാന്റെയാണ്. അടുത്തിടെ വാഹനാപകടത്തിൽ മരിച്ച മാരത്തോൺ മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന മാരത്തോൺ ഓട്ടക്കാരനാരാണ്? ഫൗജ സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ജീവധാരയാണ്. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? കോർട്ട് ക്ലിക്കാണ്. മൊബൈൽ ഫോണിലൂടെ കോടതി വിവരങ്ങൾ അറിയാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ? റാങ്പോ റെയിൽവേ സ്റ്റേഷൻ എവിടുത്തെയാണ്? സിക്കിമിലെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്പോ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ഏതാണ്? ജിഞ്ചി കോട്ടയാണ്. 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചി കോട്ട. 2020 ജനുവരിയിൽ നടക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. 2026 ജനുവരിയിൽ നടക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് മോസം. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ആണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. നമ്മളിന്ന് കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.